മാസം പെണ്ണുങ്ങൾക്ക് ഇതാണ് ഉണ്ടാകുന്നത്. സീരിയസ്ലി ഇതോ ഇതിന്റെ പകുതി പോലും ഇല്ല. പോടാ. പിന്നെ ഇതുണ്ടെങ്കിൽ അങ്ങനെ നോർമൽ ഫേസ് ആയിട്ട് ഇങ്ങനെ നടക്കാനും പറ്റുമോ? പീരീഡ്സ് ഉള്ള പെണ്ണുങ്ങൾ അങ്ങനെ റോഡിൽ കൂടെ ഇറങ്ങി നോർമലി നടക്കുന്നത് ഇത്ര ഒരിക്കലും ഉണ്ടോ? ഇത്ര ഉണ്ടോ? ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണല്ലോ ഈ പീരീഡ്സ് പെയിൻ സ്റ്റിമുലേറ്റർ റിയൽ ആണോ അല്ലയോ എന്നുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഷോക്ക് നമ്മുടെ മസിൽസിലേക്ക് വരുമ്പോൾ മസിൽസ് കോൺട്രാക്ട് ആവുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഡിവൈസിൽ നിന്ന് നമുക്കൊരു പെയിൻ ഫീൽ ചെയ്യുന്നത്. നോർമൽ പീരീഡ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു സ്ത്രീയുടെ ശരീരം പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ യൂട്രസിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തിക്ക് ലൈനിങ് ഇൻസൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈനിങ് ബേബിക്ക് ഒരു ബെഡ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പ്രഗ്നൻസി നടന്നിട്ടില്ലെങ്കിൽ ഈ ഒരു ലൈനിങ്ങിൻ്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ലൈനിങ് ഒരു ബ്ലഡിൻ്റെ രൂപത്തിൽ വജൈനയിലൂടെ പുറത്തു വരുന്നുണ്ട്. അതാണ് ശരിക്കും മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലാ സ്ത്രീകളിലും ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും ഒരേപോലെ ഒരിക്കലും ഉണ്ടാകത്തില്ല. ചിലവർക്ക് 7 ദിവസം കണ്ടിന്യൂസ്ലി ബ്ലീഡിങ് ഉണ്ടായിരിക്കും. ചിലവർക്ക് ഒരു 4-3 ദിവസം മാത്രമായിരിക്കും ബ്ലീഡിങ് ഉണ്ടാവുക. അതേപോലെ തന്നെ പെയിൻ്റെ കാര്യത്തിൽ ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടായിരിക്കും. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു പെയിൻ ഉണ്ടാവാതെ ഭയങ്കരമായിട്ട് തുള്ളി കളിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് വയറുവേദന മാത്രമല്ല, ചില ആളുകൾക്ക് വൊമിറ്റിംഗ് ഉണ്ടായിരിക്കാം, ലൂസ് മോഷൻ ഉണ്ടായിരിക്കാം, ബാക്ക് പെയിൻ ഉണ്ടായിരിക്കാം, ലെഗ് പെയിൻ ഉണ്ടായിരിക്കാം. ഇതൊന്നും ഈ പീരീഡ്സ് പെയിൻ സ്റ്റിമുലേറ്ററിന് തരാൻ കഴിയത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പീരീഡ്സ് പെയിൻ സ്റ്റിമുലേറ്റർ നമുക്കൊരു 10% മാത്രമാണ് ഒരു പെയിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കി തരാൻ മാത്രമാണ് ചെയ്തത്. പക്ഷെ ഒരു സ്ത്രീ അനുഭവിക്കുന്നത് അതിൻ്റെ ഒരു 10% അധികമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം.